സാമൂഹ്യ പ്രവർത്തക ശ്രീ അഞ്ജു പാർവതി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അഞ്ജു, ഈ വേടനെതിരായ പീഡന കേസ് പരാതിയായി നൽകിയിട്ടും കേസായിട്ടും വേടൻ എവിടെ എന്ന ചോദ്യത്തിന് ഇതുവരെ പോലീസിന് ഉത്തരമില്ല എന്ന് മാത്രമല്ല, ഞങ്ങളിപ്പോൾ നൽകുന്ന വാർത്ത വേടനെ സംരക്ഷിക്കുന്നത് ഉന്നത രാഷ്ട്രീയ വൃത്തങ്ങൾ തന്നെ എന്നതാണ്. അതെ അതെ തീർച്ചയായിട്ടും ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യം തന്നെയായിരുന്നു. കാരണം ഈ ഒരു വേടനെതിരെയുള്ള ആരോപണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമല്ലല്ലോ. ഇത് ആദ്യത്തെ മീറ്റു തുടങ്ങിയപ്പോൾ തന്നെ വേടനെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് എക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു. കാരണം ഇവിടെ ഒരു നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടതോരം ചേർന്ന് പോകുന്ന ആൾക്കെതിരെ പീഡനാരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരേ സമയം അത് ഫെമിനിസ്റ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ എന്താ പറയാ, ഇരയ്ക്കൊപ്പം നടക്കുന്നു എന്ന് കാണിച്ചിട്ട് വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഒരു രീതി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പീഡനങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്ത ആളാണ് ഓപ്പോസിറ്റ് സൈഡിലുണ്ടെങ്കിൽ ഒരു ആരോപണം വന്നാൽ മതി, അന്നേരം അയാളെ ടാർഗറ്റ് ചെയ്തിട്ട് കൂട്ടത്തോടെ ആക്രമിക്കുകയും നേരെ മറിച്ച് വ്യക്തമായിട്ടുള്ള തെളിവോടുകൂടി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ആ വേട്ടക്കാരൻ കണ്ടു കഴിഞ്ഞാൽ സംരക്ഷിക്കുന്നത്. ഇത് ഇന്നലെ തുടങ്ങിയ ഒരു പരിപാടിയല്ല. പിന്നെ വേടൻ്റെ ഒരു വിഷയത്തിൽ വരുവാണെങ്കിൽ വേടൻ മാത്രമല്ല നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര് കുറ്റം ചെയ്തു കഴിഞ്ഞാലും അവരെ ഒരേ രീതിയൊന്നും അല്ല ഇവിടെ കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജാതിക്കാട് എടുത്ത് കളിക്കും. അപ്പൊ വേടന്റെ വിഷയത്തിലൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്. കഞ്ചാവ് കേസിന്റെ ഇത് വന്നപ്പോൾ പോലും വേടന്റെ അത് പലരും പ്രമുഖരുള്ള പലരും പ്രതികരിച്ചൊരു രീതി ഉണ്ടല്ലേ, എന്താണ് ഇത്ര ഗ്രാമല്ലേ ഉള്ളൂ. കാരണം ആലോചിച്ച് നോക്കൂ, അത് സൊസൈറ്റിക്ക് വേറെന്നൊക്കെ സൊസൈറ്റി കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് ഒളിച്ച് ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഓക്കെ, റാപ്പർ ആണെന്ന് ആസ് എ പേഴ്സൺ, ഓക്കെ റാപ്പർ അങ്ങനത്തെ ഉള്ള രീതിയിൽ നമ്മൾ അംഗീകരിക്കുന്ന ഒപ്പം തന്നെ, ബട്ട് ഹി ഈസ് ഗിവിംഗ് എ വെരി ബാഡ് മെസ്സേജ് ടു സൊസൈറ്റി. നമ്മളൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഞാനൊക്കെ എൻ്റെ കുട്ടികളോടൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് നിങ്ങൾ റാപ്പൊക്കെ ആസ്വദിച്ചോളൂ, പക്ഷെ ഒരിക്കലും ഒരു റോൾ മോഡൽ ആക്കരുത് വേടനെ. കാരണം അയാൾ എന്ത് മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ഇതിപ്പോൾ ആദ്യത്തെ ആരോപണമാണോ? ഒരു മീറ്റു കേസ് ഉണ്ടായിരുന്നു, അവർ സ്കേർട്ടിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഒന്നോ രണ്ടോ ആ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴും നമ്മളത് കണ്ടതാണ്. പിന്നീട് മറ്റൊന്ന് ആ കഞ്ചാവ് കേസ് വന്നു, അതും കഴിഞ്ഞിട്ട് ഇപ്പൊ വ്യക്തമായിട്ട് അതിജീവിത മുന്നിൽ നിൽക്കുവാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു വഞ്ചനാ കുറ്റമാണ് ആക്ച്വലി, അല്ലേ? നമുക്കത് അറിയാൻ പറ്റും. കാരണം വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയ വഞ്ചന, ആ രീതിയിൽ തന്നെയാണ് നമ്മളത് പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വഞ്ചനാ കുറ്റം എന്നുള്ള രീതിയിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പീഡനം എന്നൊക്കെ പറയുമ്പോൾ പല വകുപ്പുകളെയും വിമൻ കാർഡ് ഇറക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു വിഷയത്തിൽ ജാതീയത കളിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ബാക്കി ഓപ്പോസിറ്റ് ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ നോക്കുവാണ്, ആ അതിജീവിതം എന്ന് വെച്ചാൽ പെൺകുട്ടി മറ്റൊരു കാസ്റ്റിലുള്ളതോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കളിക്കാൻ ഉണ്ടാവുന്ന സവർണ്ണ ജാതീയത എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് അത് എടുത്തിട്ട് കളിക്കുമായിരുന്നു, അല്ലേ? ഇപ്പൊ ഇവിടെ അത് അവർക്ക് പറ്റുന്നില്ല. പക്ഷേ ഇത് എന്താ പറയാ, വളരെ ദുഃഖകരമായിട്ടുള്ള വസ്തുതയാണ്. ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അനീതിയാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായും ശ്രീ അഞ്ജു, താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ പീഡന കേസ് എന്ന് മാറ്റി വഞ്ചന കേസ് എന്ന് തന്നെ നമ്മൾ വിളിക്കുകയാണെങ്കിലും അതിൽ സാമ്പത്തിക തട്ടിപ്പ് കൂടി വരുന്നുണ്ട്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് വേടനെതിരെ ചാർത്താൻ കഴിയുന്ന രീതിയിലുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞിരുന്നല്ലോ, താങ്കളുടെ സ്റ്റുഡൻസിനോട് പോലും പറയാറുണ്ട് ഇങ്ങനെ ഈ പാട്ട് ആസ്വദിച്ചോളൂ, പക്ഷേ ഒരിക്കലും മാതൃകയാക്കരുതെന്ന്. കേരളത്തിലെ ഒരു പ്രമുഖ യുവജന സംഘടന യൂത്ത് കോൺഗ്രസ്, മറ്റാരുമല്ല, ആലപ്പുഴയിൽ സംസ്ഥാന ക്യാമ്പിൽ അവതരിപ്പിച്ച ഒരു സംഘടനാ പ്രമേയമുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് പുതുതലമുറയെ ആകർഷിക്കുന്നതിൽ റാപ്പർ വേടനെ മാതൃകയാക്കണം എന്നതാണ്. അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുതയാണത്. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വേടന് സപ്പോർട്ട് കൊടുക്കുവാണ്. ആദ്യത്തെ ഒരു കഞ്ചാവ് കേസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വേദികൾ കൊടുത്തത് നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ സഖാവ് ഗോവിന്ദൻ സഖാവാണ് ആസ്ഥാന ഗായകൻ എന്നുള്ളൊരു പ്രിവിലേജ് കൊടുക്കുവാണ്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വേടന്റെ പാട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം, എന്ത് രീതിയിലുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ വേടൻ ഓക്കെ റാപ്പർ എന്നുള്ള രീതിയിലൊക്കെ ആ സംഗീതം ആസ്വദിക്കട്ടെ, ഒരു സംഗീതം തന്നെയാണ്, ഒരു തരത്തിലുള്ള സംഗീതം. പക്ഷേ ഇങ്ങനെ വരികൾ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാനും വേണ്ടി ഉദാത്തമാണോ അദ്ദേഹത്തിന്റെ സംഗീതം? എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. വേദിയിൽ കയറി നിന്നിട്ട് നമുക്ക് എന്താ പറയാ, പൊതുസമൂഹത്തിന് പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ വെച്ചിട്ടൊരു പാട്ട്, അല്ലേ? അപ്പൊ ഇയാൾ എന്താണ് റെപ്രസെന്റ് ചെയ്യണം? ഇയാൾക്ക് എപ്പോഴും ഇവിടെ ജാതീയമായിട്ടുള്ള കുത്തിത്തിരിപ്പ്. നമ്മൾ നവോത്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ്, ജാതി എന്നുള്ളൊരു എലമെന്റിൽ നിന്ന് മാറി നടക്കുവാനാണ് ശരിക്കും നമ്മുടെ പുതിയ തലമുറയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും. ബിക്കോസ് ഈക്വാലിറ്റി, ജെൻഡർ ഈക്വാലിറ്റി കൊടുക്കുകയാണ്. പീപ്പിൾ എല്ലാ ആൾക്കാരും തുല്യരാണെന്നുള്ള രീതിയിലാണ് പുതുതലമുറയെ നമ്മൾ വളർത്തിയെടുത്തുകൊണ്ട് വരുമ്പോൾ ഇയാള് ശരിക്കും സ്പ്ലിറ്റ് ചെയ്യുവാണ്. അതായത് രണ്ട് തട്ടുകളാക്കുവാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയണം, വേടന്റെ മറ്റൊരു ഏറ്റവും സങ്കടകരമായിട്ടൊരു ഇത് തോന്നിയത് DNA, അല്ലെ? എനിക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു DNA ഇല്ലായിരുന്നു. ആലോചിച്ച് നോക്കൂ, ഉഴവൂറിന്റെ പ്രിയപ്പെട്ട നമ്മുടെ KR നാരായണൻ നമ്മുടെ മുന്നിൽ വലിയൊരു ലിവിങ് എക്സാമ്പിളായിട്ട് നിൽപ്പുണ്ട്. കേരള യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടായിരുന്ന കുഞ്ഞാമൻ സാർ, എക്കണോമിക്സ്. അപ്പൊ ഇതൊക്കെ ഏതിൽ നിന്ന് വന്നതാണ്? അപ്പൊ ഇദ്ദേഹത്തിന് എപ്പോഴും എങ്ങനെയാണ് കാണിക്കാനായിട്ട് വേണ്ടിയിട്ട് ഒരു ദളിത് കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ സമൂഹത്തിന് മുന്നിൽ കാണിക്കണം, ഞാൻ നിങ്ങളുടെ നവോത്ഥാന നായകൻ, സെക്കൻഡ് നമ്മൾ പറയുമല്ലോ രണ്ടാമത്തെ അയ്യങ്കാളി എന്നുള്ള രീതിയിലുള്ള ഒരു തനിയെ പുള്ളി ഒരു അവരോധിക്കപ്പെടുകയാണ്, അല്ലേ? പുള്ളി തന്നെ അങ്ങനെ ആക്കി കാണിക്കുകയാണ്. ഒരു പൊയ്കയിൽ അപ്പച്ചൻ, ഇപ്പോഴത്തെ കാലത്തെ പൊയ്കയിൽ അപ്പച്ചനോ അയ്യങ്കാളിയോ ഒക്കെ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം.
ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു അജണ്ടയുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ ഒരു സമൂഹം ഒരിക്കലും ഒന്നായിട്ട് പോകരുത്. യങ്സ്റ്റേഴ്സ് ഭിന്നിച്ചു പോകണം. ആ രീതിയിൽ യങ്സ്റ്റേഴ്സ് എന്നല്ല, എല്ലാവരും ഭിന്നിച്ചു പോകണം. എപ്പോഴും ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ, ഇവിടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് പറയേണ്ടത്. കാരണം ഹിന്ദുക്കൾ ഇങ്ങനെ ഭിന്നിച്ച് ജാതീയത പറഞ്ഞു നിൽക്കുമ്പോൾ മറ്റു പല രീതിയിലുള്ള അങ്ങനത്തെ കുറെ എലമെന്റ്സ് ഇതിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും കാണുന്നില്ല. കാണുമ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മൾ വേടനെ ടാർഗറ്റ് ചെയ്യുന്നു. സവർണ ഇവിടെ ഏറ്റവും കൂടുതൽ ഇളക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവർണ ഇത് നമ്മൾ പറയില്ല, ബ്രാഹ്മണിക്കൽ ഹെജ്മണി. എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പറയുന്ന വാക്കുകളിൽ പോലും അതിന്റെ പറയുന്ന സത്ത എന്താണെന്ന് ശ്രദ്ധിക്കാതെ അവിടെയും ഒരു ജാതീയമായിട്ടുള്ള കുത്തിത്തിരിപ്പ്. അത് എല്ലാ പാർട്ടികളും, പ്രത്യേകിച്ചും ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഇടതിനും വലുതിനും അതൊരു ഇതാക്കി വെച്ചു, ഒരു പ്രിവിലേജ് ആക്കി വെച്ചു എന്നാണ് പറയേണ്ടി വരിക. അപ്പോ ഞാൻ എന്റെ കുട്ടികളോട് പറയാറുണ്ട്, അധ്യാപിക ആയതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലെ കുടുംബത്തിലുള്ള കുട്ടികളായിക്കോട്ടെ, പഠിപ്പിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഞാൻ പറയും പാട്ട് ആസ്വദിച്ചോളൂ, പക്ഷെ നെവർ സെറ്റ് വേടൻ ആസ് എ റോൾ മോഡൽ. അത് മാത്രമാണ് എനിക്ക് സൊസൈറ്റിയിൽ പറയാനുള്ളത്. ഒരാളും വേടനെ റോൾ മോഡൽ ആക്കാൻ എന്ത് കാണിച്ചാ റോൾ മോഡൽ ആക്കേണ്ടത്? കഞ്ചാവ് വലിക്കുന്നത് കണ്ടിട്ടോ, അല്ലെങ്കിൽ ഈ കുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുക, സാമ്പത്തികമായിട്ട് വഞ്ചിക്കുക, ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതിജീവിതം എന്നുള്ളൊരു വേർഡ് തന്നെ നമുക്ക് പറയുമ്പോൾ മേ ബി അതൊരു റേപ്പോ ആ രീതിയിലുള്ള പീഡനമോ അല്ല. പക്ഷെ ഒരു കുട്ടീനെ നമ്മൾ മാനിപ്പുലേഷൻ അവിടെ നടക്കുവാണ്. അത് ഒരു തരം ടൈപ്പ് ഓഫ് ഇതാണ് മാനിപ്പുലേറ്റീവ്. ഒരു നമ്മൾ പറയുമല്ലോ, വഞ്ചിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്, കൂടെ ഉണ്ട് എന്ന് കാണിച്ചിട്ട് ചതിക്കുകയാണ്. ഒരു ടൈപ്പ് ഓഫ് ശരിക്കും വഞ്ചന തന്നെയാണത്. എന്നിട്ട് സെഡ്യൂസിങ് ആണ്. അതായത് എന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ നിനക്കൊപ്പം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലുള്ളൊരു വഞ്ചന. അപ്പൊ അവര് കൃത്യമായിട്ട് അവിടെ കോർട്ടിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് വേടനെതിരെ ആരോപണം വന്നപ്പോഴൊക്കെ പലപ്പോഴും കേസിൽ പോകാനായിട്ട് മുന്നിൽ ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലേ. കാരണം എന്തുകൊണ്ടായിരിക്കും ആ ഒരു വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണം. ഇരകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സൊസൈറ്റിയിൽ ആരെയാണ് അപ്ലിഫ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്? ദളിതർ. പക്ഷെ വേടൻ ഒരു സൈഡിൽ ദളിതർക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് കാണിച്ചിട്ട് ദളിത് പെൺകുട്ടികളുടെ മാനത്തിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര കോമഡി എന്ന് പറയാം. പക്ഷെ ഇതിലൊന്നും ആർക്കും പരാതിയില്ല. അതാണ് സങ്കടകരമായിട്ടുള്ള വസ്തുത. നമുക്കെപ്പോഴും വേണ്ടത് ഒരു വേട്ടക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതോരം ചേർന്ന് നടക്കാത്തതോ, നമുക്ക് താല്പര്യപ്പെട്ട ഫെമിനിസ്റ്റ്, ഇത് നമ്മൾ തീർച്ചയായിട്ടും പറയണം. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഫെമിനിസ്റ്റ് കസേര കയറിയിരിക്കുന്ന സ്ത്രീകൾ എപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഒരു ആരോപണം, ഒരു ഏറിക്കൂടെ ഒരു ആരോപണം പോയാൽ മതി, ഏണി വെച്ച് പിടിക്കും. ഒരു ഭയങ്കര പ്രശ്നമായിട്ട് അങ്ങ് മാനിപ്പുലേഷൻ നടക്കും. നേരെ മറിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകളോട് കൂടി തന്നെ അതിജീവിതം മുന്നിൽ നിന്നാലും അത് കാണില്ല. അവിടെ മാപ്പ് കൊടുക്കൽ നീതിയാണ്, പൊറുക്കൽ നീതിയാണ്. ഇത് നമ്മൾ കുറെ കണ്ടതാണല്ലോ.